നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തായി പോകുന്നുള്ളതാണ്. ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്കുള്ള റീഡിംഗ് ആണ് കേട്ടോ. എല്ലാവർക്കും ഉള്ളതല്ല, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് കൺഫേം ആയിട്ടുള്ള ആളുകൾക്കുള്ള റീഡിംഗ് ആണ്. ഈ ഒരു തേർഡ് പാർട്ടി അവരുടെ ലൈഫിൽ നിന്നും എന്തായി പോകുന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ്. ദ ഹെർമിറ്റ് കാർഡാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അവർ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ അവർക്ക് സത്യം പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു മാനസികമായിട്ട് അവർ ഡൗൺ ആയി പോയിട്ടുണ്ട്. റിലേഷൻ മുന്നോട്ട് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു നിരാശയിൽ നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ളത് എന്നാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് സോഴ്സ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് തേർഡ് പാർട്ടി ഒരു വഴക്കിടുന്ന സിറ്റുവേഷനാണ്. എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും, ഒരു സമാധാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം അവരുടെ ലൈഫിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടിയുമായിട്ട് എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. എപ്പോഴും ഈ ഒരു തേർഡ് പേഴ്സണെ കുറിച്ച് നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ടെൻഷനാണ്, അല്ലെങ്കിൽ അവർ ആ ഒരു രീതിയിൽ ഭയങ്കര കൺട്രോൾ ചെയ്ത് ആൾക്കൊരു മനസമാധാനം കൊടുക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചോദിച്ച് ആ രീതിയിൽ ഇങ്ങനെ ഇവരെ എപ്പോഴും ഒരു മാനസികമായിട്ട് ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു പേഴ്സണാണ് ഈ ഒരു തേർഡ് പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷനിൽ അവർ എപ്പോഴും ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തേർഡ് പേഴ്സൺ എന്നാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ഇവർക്കൊരു അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളായിട്ടാണ് തേർഡ് പാർട്ടി ഇവരെ ഡീൽ ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. അവർക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാക്കി എടുക്കുന്നതിന്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു സപ്പോർട്ടായിട്ട് എപ്പോഴും വേണം എന്നുള്ള രീതിയിലാണ് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരാളെ ടൂളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പേഴ്സണെ അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. ഇത് നിങ്ങളെക്കുറിച്ചുള്ള ഒരു പെയിൻ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു സ്നേഹം അവർ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ്, അവർക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ കെയർ, അതെല്ലാം അവർ തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടിയിൽ നിന്ന് സത്യം പറഞ്ഞാൽ അവർ ഒരുപാട് വിഷമം അനുഭവിക്കുമ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 5 ഓഫ് സോഴ്സ് എനർജിയാണ്. 5 ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വഴക്കുകൾ അല്ലെങ്കിൽ തേർഡ് പേഴ്സണുമായിട്ടുള്ള വഴക്കുകളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ മാനസികമായിട്ടൊരു സ്വസ്ഥത ഇല്ലായ്മയാണ് എപ്പോഴും ഉള്ളത്. എപ്പോഴും വഴക്ക്, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, നിങ്ങളുടെ പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാത്തൊരു മാനസികാവസ്ഥ, തേർഡ് പേഴ്സൺ നിങ്ങളുടെ പേഴ്സണ് ഒരു വാല്യൂ കൊടുക്കാത്തൊരവസ്ഥ, അങ്ങനെയുള്ള ഒരു റിലേഷനിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അവർ നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ആ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി അത്രയും വീക്കായി പോയിട്ടുണ്ട് ഇപ്പോൾ എന്നാണ് കാണിക്കുന്നത്. 3 ഓഫ് കപ്സ് എനർജിയാണ്. തേർഡ് പേഴ്സൺ അവരുടെ ലൈഫിൽ മറ്റു ആളുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ പ്രത്യേകിച്ച് വാല്യൂ അല്ലെങ്കിൽ ആ ഒരു റിലേഷനിൽ അവർക്കൊരു റെസ്പെക്റ്റോ ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ലൈഫിൽ മറ്റ് പ്രയോറിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ സത്യം പറഞ്ഞാൽ ഒരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ടൂളായിട്ട് മാത്രമാണ് തേർഡ് പേഴ്സൺ നിങ്ങളുടെ പേഴ്സണെ കാണുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആ ഒരു റിലേഷനിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുള്ള ഒരു ടെൻഡൻസിലോട്ട് മാറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത്രയും അവർ വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർക്ക് മടുത്തു എന്നുള്ള രീതിയിലാണ് കേട്ടോ. 6 ഓഫ് പെന്റിക്കിൾസ് ആണ്. എപ്പോഴും ഈ ഒരു തേർഡ് പേഴ്സണ് ഫിനാൻഷ്യൽ ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ഈ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന് കൊടുക്കുന്നത് നിൽക്കുന്നോ
ആ ഒരു സമയത്ത് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ പേഴ്സണെ അവരുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കും. ഓക്കെ, ആ രീതിയിലാണ് ഇപ്പോൾ റിലേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്തായാലും ഇവിടെ ടോട്ടൽ എനർജി കാണിക്കുന്നത് ഈ തേർഡ് പേഴ്സണുമായിട്ടുള്ള കണക്ഷനിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ പുറത്ത് വരാനുള്ള ഒരു ലെവലിലോട്ട് വന്നിട്ടുണ്ട്, അവർക്കത് മതിയായിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് ഗൈഡൻസ് മെസ്സേജ് കൂടി നോക്കാം. ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ് കാണിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ, അതായത് ഈ ഒരു തേർഡ് പേഴ്സന്റെ റിലേഷൻഷിപ്പുകൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള മറ്റ് പ്രയോറിറ്റികളെ കുറിച്ചൊക്കെ അവർ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയും പല കാര്യങ്ങളും എന്നാണ് കാണിക്കുന്നത്. അവർക്ക് പല സോഴ്സിൽ നിന്നും ഈ ഒരു തേർഡ് പേഴ്സന്റെ നെഗറ്റീവ് സൈഡുകൾ മനസ്സിലാക്കി എടുക്കാനുള്ള സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. രോഹിണി, ഏപ്രിൽ, ജൂൺ, ജൂലൈ, തിരുവനന്തപുരം 1993, ലെറ്റർ എം, ലെറ്റർ എച്ച് 2001, ചോതി, മലപ്പുറം, നവംബർ, ഒക്ടോബർ, സെപ്റ്റംബർ, ചിത്തിര 1987, ഫെബ്രുവരി, കൊല്ലം, ആയില്യം, കോട്ടയം. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.